നടി ഉർവശി കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പം ഭയങ്കര വൈറലായി ഭയങ്കര വിവാദമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിലാണ് അത് കാണുന്നത്. നമുക്കറിയാം, ഉർവശി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒന്നാണെന്നുള്ളതിൽ സംശയമില്ല. ഏത് റോളും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു നടിയാണ് ഉർവശി. ഉർവശി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഒരു കമ്പാരിസൺ, അതായത് രജനി ഹരിദാസ് ചോദിച്ചപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരാണ് മികച്ചെന്ന് ചോദിച്ചപ്പം രണ്ടുപേരെയും ഒരുമിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞത്, മമ്മൂട്ടി എല്ലാത്തരം സ്ലാങ്ങുകളും നല്ല ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ പിച്ചക്കാരൻ മുതൽ രാജാവ് വരെയുള്ള ഏത് കഥാപാത്രങ്ങളും ഗംഭീരമായിട്ട് ചെയ്യും. മോഹൻലാലിനെ മോശമാക്കി പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ആ ഇന്റർവ്യൂ ശരിക്കും കേട്ടാൽ മനസ്സിലാവും. മോഹൻലാൽ ഗംഭീര നടനാണ്, പക്ഷെ പിച്ചക്കാരനൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചാൽ മോഹൻലാലിനെ ഈ പറയുന്ന പോലെ ഒരു ഫീല് ആൾക്കാരിൽ തോന്നിക്കത്തില്ലെന്നാണ് ഉർവശി പറഞ്ഞത്. പക്ഷെ ഇത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്കാലത്തും ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവട്ടും ഓരോ നടന്മാരും നടിമാരും ഒക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകും. എനിക്ക് തോന്നിയിട്ടുള്ളത്, മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റിയ കുറേ കഥാപാത്രങ്ങളുണ്ട്, അത് മമ്മൂട്ടി ചെയ്തേ പറ്റൂ. മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുണ്ട്, അത് മോഹൻലാലിന് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മോഹൻലാൽ ചെയ്യുന്ന ഭരതവോ അല്ലെങ്കിൽ കമലതളവോ സ്ഫടികവോ ദേവാസുരോ ഒരുപാട് എണ്ണം പറഞ്ഞ തീരാത്ത സിനിമകൾ ഒരിക്കലും, വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ, സതയം പോലുള്ള സിനിമകൾ, മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകൾ, സട്ടിലായിട്ടുള്ള കിലുക്കം, വന്ദനം, എത്ര പേരുകൾ നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നും ഒരിക്കലും നമുക്ക് വേറൊരു വേർഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും മമ്മൂട്ടിക്ക്, പക്ഷെ ഒരിക്കലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതിനകത്ത് ആര് പറഞ്ഞാലും മലയാളികൾക്ക് അറിയാം ഇത് ലാലേട്ടൻ ചെയ്താൽ ഓക്കെയാണ്. തിരിച്ചും ഇപ്പം മതിലുകളും വിധേയനോ ഒരു വടക്കം വീരാതെയോ പഴശ്ശിരാജയോ ഈ പറഞ്ഞ ബ്രഹ്മയുഗോ പുഴുവോ കളങ്കാവലോ സൂര്യമാനസോ മൃഗയോ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ മമ്മൂട്ടി ചെയ്യുന്നതിന് അത്രയും പ്രൊഫഷൻ ചില മോഹൻലാൽ ചെയ്താൽ ഇതൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും മമ്മൂട്ടി ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കും. രണ്ടുപേരും ലെജൻസ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അഭിമാനിക്കാവുന്നല്ലേ നമ്മൾ ഈ രണ്ട് താരങ്ങളെയും ഉള്ള സമയത്ത് നമുക്ക് ഇവരുടെ സിനിമകൾ കാണാൻ പറ്റുന്നു. ഈ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിട്ട് എടുത്താൽ മതി. കാരണം രണ്ടു പേർക്ക് അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ കൊണ്ടാണ് രണ്ടുപേരും ടോപ്പായിട്ടിരിക്കുന്നത്. കയറ്റ ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും, സിനിമ വിജയിക്കും, ഫ്ലോപ്പ് ആവും, അതൊക്കെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതെല്ലാം മനുഷ്യരിലുള്ളതാണ്. ഇവർ നല്ല മനുഷ്യരാണ്, നല്ല ഗംഭീര, ഈ ലോകം കണ്ട ഏറ്റവും മികച്ച, ഇന്ത്യ കണ്ട നല്ല ലോകം കണ്ട ഏറ്റവും മികച്ച ആക്ടേഴ്സാണ്. ഇതിനകത്തൊന്നും വലിയ കോൺട്രവേഴ്സിയിലോട്ട് പോകണ്ട. ഇപ്പോൾ ഉർവശി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫാൻ ഫൈറ്റിനൊന്നും പോകണ്ട. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമ നല്ല അടിപൊളിയായിട്ട് പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ആയുഷ്വര്യകം നേരിട്ടെ, നന്നായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ, നല്ല നല്ല സിനിമകൾ അവർ സെലക്ട് ചെയ്യട്ടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സിനിമകൾ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.